ഇയ്യോബ് അധ്യായം 22. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തിന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല, വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യുറ്റക്കാരനോ ദേശം കൈവശമായി, മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറും കൈയായി അയച്ചു, അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികളിരിക്കുന്നു, പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ല, നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലയോ? ദൈവം സ്വർഗോന്നതങ്ങളിൽ ഇല്ലയോ? നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക. എന്നാൽ നീ, ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറയായിരിക്കുന്നു. ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു. ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോക, സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു, കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിച്ചു. ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി, അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനടിയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. നിർദോഷിയല്ലാത്തവനെ പോലും അവൻ വിടുവിക്കും. നിന്റെ കൈകളുടെ വെടുപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും. അധ്യായം 23. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു. അവൻ്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു, ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അവൻ്റെ ഉത്തരം അറിയാമായിരുന്നു, അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു. അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? ഇല്ല, അവൻ എന്നെ ആദരിക്കുകയുള്ളൂ. അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു. ഞാൻ സദാകാലത്തേക്കും എൻ്റെ ന്യായാധിപൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്നു ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവനോ അനന്യൻ, അവനെ തടുക്കുന്നതാർ? തിരുവുള്ളത്തിൻ്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള പലതും അവൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ്റെ സാന്നിധ്യത്തിങ്കിൽ ഭ്രമിക്കുന്നു. ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു. ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി. സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല, കൂരിരുട്ട് എൻ്റെ മുഖത്തെ മൂടുന്നത് കൊണ്ടുമല്ല. അധ്യായം 24. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവൻ്റെ ഭക്തന്മാർ അവൻ്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു,
ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയ്ക്കുന്നു. ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു. ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങും. ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയറ് പറിക്കുന്നു. ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചു കൂട്ടുന്നു. കുളിരിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു. മറവിടം ഇല്ലായികയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുലകുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു. ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്തവർ ചക്കാട്ടുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു. പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു. ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിൻ്റെ വഴികളെ അറിയുന്നില്ല. അതിൻ്റെ പാതകളിൽ നടക്കുന്നതുമില്ല. കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു. ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു. രാത്രിയിൽ കള്ളനായി നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീട് തുറന്നു കയറുന്നു. പകൽ അവർ വാതിൽ അടച്ചു പാർക്കുന്നു. വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല. പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ് തന്നെ. അന്ധതമസിൻ്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നുകളയും. കൃമി അവനെ തിന്ന് രസിക്കും. പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു. വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. അവൻ തൻ്റെ ശക്തിയാൽ നിഷ്കണ്ടകന്മാരെ നിലനിൽക്കുമാറാക്കുന്നു. ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു. അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു. അവർ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും അവൻ്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേൽ ഉണ്ട്. അവർ ഉയർന്നിരിക്കുന്നു. കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു. കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് ഖണ്ഡിക്കുകയും ചെയ്യുന്നവൻ ആർ?